ഇതെന്ന് പറഞ്ഞാൽ ലഹരി എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ അഡിക്ഷന്. ഈ ഫോൺ വഴിയാണ് എല്ലാം നടക്കുന്നത്. അവർക്ക് കിട്ടുന്ന വെച്ചാൽ ഒരാൾ കസ്റ്റമർ കയറി കഴിഞ്ഞാൽ അവർക്കുള്ള ടിപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ മാസം ചെറിയൊരു ശമ്പളം 10,000 12,000 രൂപ. ഈ ലക്ഷങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല. പിന്നെ ഗതികേട് കൊണ്ട് നിൽക്കുന്നേ അതിൽ. ഇതിൻ്റെ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞ സാധനം അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പ്രായത്തിൽ നമ്മൾ ഒളിച്ചൊക്കെ അച്ഛനെയും അമ്മയൊക്കെ പേടിച്ച് ബാത്റൂമിനകത്തായാലും സ്കൂളിൽ പഠിച്ച സമയത്ത് വരെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് നമ്മളെ തിരുതാൻ വേണ്ടി ആ സമയത്തില്ല, ആൾക്കാരില്ല. ലഹരിയുടെ അടിമത്തം മൂലം ജീവിതം നശിക്കുന്ന കുറേ പുതിയ തലമുറയിലെ യുവാക്കളുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇവർ ഇങ്ങനെ നശിച്ചു പോകാൻ കാരണം? ഇവർ ഈ ഒരു വഴി എന്തുകൊണ്ടായിരിക്കാം തിരഞ്ഞെടുക്കുന്നത്? ഇപ്പം വളർന്നു വരുന്ന ഒരു തലമുറ പയ്യന്മാരുണ്ട്. പയ്യന്മാർ മാത്രമല്ല, പെൺകുഞ്ഞുങ്ങളായാലും കൊച്ചു പിള്ളേരാണ്. ഇപ്പം ട്രിവാൻഡ്രത്ത് പോയാലും കൊച്ചിയിൽ വന്നാലും, ട്രിവാൻഡ്രത്ത് പോയാൽ മാനവീയം, കൊച്ചിയിൽ വന്നാൽ നമ്മുടെ ഫോർട്ട് കൊച്ചി, കടവന്തറ, ഈ പാലാരിവട്ടം, ഈ ഭാഗങ്ങളിലെല്ലായിടത്തും വലിയ വലിയ പാർക്കുകളുണ്ട്. പാർക്കിൽ രാത്രി സമയങ്ങളിൽ അനവധി പിള്ളേർ വന്നിരിക്കുന്നു. ആണുങ്ങളായാലും പിള്ളേരായാലും പെൺകുട്ടികളായാലും ഇവരുടെ കയ്യിൽ എല്ലാവരെയും വൈകിട്ട് സമയങ്ങളിൽ നോക്കിയാൽ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഡ്രഗ്സ് ആയിരിക്കുന്നത്. കഞ്ചാവ്, MDMA അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ തന്നെ ചെന്നിരിക്കുന്നത് നമുക്ക് ലജ്ജ തോന്നാറുണ്ട്, ചിലപ്പോൾ നാണം തോന്നുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു പ്രായമുണ്ട്. ഈ പ്രായം കഴിഞ്ഞ് വന്ന പിള്ളേരാണ്. നമ്മൾ ഇവരെക്കാളും പ്രായം കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ നമ്മുടെ പ്രായത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ പേടിച്ചിരുന്ന സാധനങ്ങൾ ഉൾപ്പെടെ ഇവരുപയോഗിച്ചുകൊണ്ടിരിക്കുക. അതും പരസ്യമായിട്ട്. അതാണ് കാണേണ്ടത്. നമ്മുടെ പ്രായത്തിൽ നമ്മൾ ഒളിച്ചൊക്കെ അച്ഛനെയും അമ്മയൊക്കെ പേടിച്ച് ബാത്റൂമിനകത്തായാലും സ്കൂളിൽ പഠിച്ച സമയത്ത് വരെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് നമ്മളെ തിരുതാൻ വേണ്ടി ആ സമയത്തില്ല, ആൾക്കാരില്ല. ചിലപ്പോൾ നമ്മളെ മുതിർന്ന ആൾക്കാരായിരിക്കും നമുക്ക് തന്നിട്ടുള്ളത്, ഉള്ള കാര്യമാണ് പറയുന്നതിൽ. പക്ഷേ ഇവരെല്ലാവരും പരസ്യമായിട്ട് വന്നിരിക്കുമ്പോൾ നമുക്കതിന് നാണക്കേടാ. ഇപ്പം നമ്മുടെ ഒരിടത്ത് നിൽക്കാൻ നേരത്ത് നമ്മുടെ കുഞ്ഞു പിള്ളേർ വന്നിട്ട് ചേട്ടാ സിഗരറ്റ് ഞാൻ തീപ്പെട്ടി ചോദിക്കുമ്പോൾ എന്ത് തോന്നും നമുക്ക് തന്നെ? അപ്പോഴും ഇവരെ നിയന്ത്രിക്കാൻ ആൾക്കാരില്ല. വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ +2 ഇത് കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും പകുതി ആൾക്കാർ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. നോക്കിക്കോണം. ഇപ്പോഴുള്ള പിള്ളേർക്കെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ല. എല്ലാവരും കഞ്ചാവും ഉള്ള കാര്യമാണ് പറയുന്നത്, കഞ്ചാവും ലഹരിയും. അല്ല, ഇവരെല്ലാം പഠനത്തിനപ്പുറത്തേക്ക് ഇവർക്ക് എന്റർടൈൻമെന്റുള്ള ലോകത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാ അങ്ങോട്ട് പോകുന്നേ? ഇവരെല്ലാം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തോട്ട് ഒരു ജനറേഷൻ വേണ്ടി എടുത്ത്. ഈ ജനറേഷൻ ഇല്ലാതെ എന്തിനാ പോകുന്നത്? ഇവരത്രയും പഠിക്കുന്നവർ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇവരത്രയും ലഹരി മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പോവുക. അല്ല, ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കുന്ന ആളുകളായിരിക്കാം രഹസ്യമായിട്ട് ഇതുകൂട്ടുള്ള ലഹരി വസ്തുക്കൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു സദസ്സിൽ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. ഒരു 5 പയ്യന്മാർ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പയ്യന്മാർ കറക്റ്റായിട്ട് അവിടെ നന്നായിട്ട് പഠിച്ചിരുന്ന നമ്മുടെ ഒരു ഫാമിലി റിലേറ്റീവ് ഒരു പയ്യൻ അവിടെ പോയായിരുന്നു. ഞാൻ അറിഞ്ഞ 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞ ഒരു കാഴ്ചയാണ്. ആ പയ്യനും ഫുൾ ഇതിലോട്ട് മാറി. അവന് കൊടുത്തതെന്ന് വെച്ചാൽ ഒരു ദിവസം ഫസ്റ്റ് അവന് കൊടുക്കുന്നത് അവൻ്റെ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞേ, ചേട്ടാ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന് കൊടുപ്പിച്ചേ. പിന്നെ കണ്ടിന്യൂസ് ഇവൻ അങ്ങോട്ടായി. അപ്പോൾ നോക്കണം, ഇങ്ങനെ എത്ര ചെറുപ്പക്കാരായിരിക്കാം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ തന്നെ ഈ അധ്യാപകർക്കൊന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തിനാ അധ്യാപകൻ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം അടിയാ. അതെ, നാട്ടിൻപുറങ്ങളിലെ സ്കൂളാണെങ്കിൽ പിന്നെ അധ്യാപകർ പേടിച്ചാണ് നിൽക്കുന്നത്. എന്നെ പഠിപ്പിച്ച ആൾക്കാർ തന്നെ ഇപ്പം വിളിക്കാറുണ്ട്. നാട്ടിൽ പോകുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച ആൾക്കാർ ചെന്ന് കാണുമ്പോൾ അവരുടെ ഇത് നമുക്കിപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, എന്താ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം വൈകിട്ട് അവന്മാർക്ക് അടിയാ. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അടിയില്ലെന്ന് പറയുന്നില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച സ്കൂളിലെ വൈകിട്ടെന്ന് പറഞ്ഞാൽ അടി കാണാൻ വേണ്ടി ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. എല്ലാ വെള്ളിയാഴ്ച അടിയാണ് അവിടെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എല്ലാ ദിവസവും അടി. അത് പണ്ടത്തെ അടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതായിരിക്കാം. പക്ഷെ ഇന്നത്തെ അടി അങ്ങനെയല്ല. ഇന്നത്തെ അടി കുറച്ചുകൂടെ വയലൻസ് ആണ്. കാരണം ഫുള്ള് ഡ്രഗ്സ് അല്ലയോ ഇതില്. അതെ, ഈ ഡ്രഗ്സ് അടിച്ചതിന്റെ ആഫ്റ്റർ വരുമ്പോഴത്തേക്ക് ആരുടെങ്കിലും മിക്കിട്ട് കയറി ഒരു പെഗ് മദ്യം അടിക്കുന്നു, 1-2 പെഗ് മദ്യം അടിക്കുന്നു. അപ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും, ഉറപ്പായിട്ടും പറ്റുന്ന കേസാണ്. ഞാനിപ്പോൾ ഇല്ലെന്ന് പറയുന്നില്ല, ഞാൻ കഴിക്കുന്ന ആൾ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു 1/2 ലിറ്റർ കഴിച്ചാലും 1 ലിറ്റർ കഴിച്ചാലും നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞ സാധനം അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഈ സാധനം നമ്മുടെ മനസ്സിൽ കിടക്കും. ഇപ്പോൾ ഒരു ലീഫ് എടുത്ത് വലിക്കുന്ന ഒരാളാണെങ്കിൽ അത് നമ്മളിപ്പോൾ എന്താ കാര്യം വിചാരിച്ചിട്ടാണ് കഴിക്കുന്നോ അത് നമ്മുടെ മനസ്സിൽ കിടക്കും. ഈ സാധനം
നമ്മൾ ചെയ്ത് തീർത്താൽ മാത്രമേ നമുക്കത് തൃപ്തിയാവത്തുള്ളൂ. അത്രയും നേരം ഇത് കിടക്കും. അപ്പോൾ നോക്കിക്കണം അതിൻ്റെ ആയിട്ടുള്ള എന്താണ് ഇവർക്ക് വരുന്നതിന് ദോഷം. ഇതിവരൊന്നും അറിയത്തില്ല. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം പറ്റുന്നില്ല. വീട്ടുകാർ തന്നെ നോക്കുന്നുണ്ട്. വീട്ടുകാരെ ദ്രോഹിക്കുന്ന ആൾക്കാരുണ്ട്. കേരളത്തിലെ പല പ്രമുഖരുടെയും മക്കളെ രഹസ്യമായിട്ട് അവർ ഡോക്ടർമാരെ കൊണ്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഈ ലഹരി മരുന്നുകൾക്ക് അടിമയാണ്. എന്തിന് അവര് നേരെയാവുന്നുണ്ടോ? റെപ്യൂട്ടേഷൻ കാരണമാണ്. ഇവരുടെ മക്കളും ഇതേ കൂട്ട് ലഹരി യൂസ് ചെയ്യുന്നു എന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിലും വലിയ നാണക്കേട് എന്താണ്? ഇതിലെന്താ പ്രശ്നം അറിയാവോ? മദ്യപിച്ചിട്ട് DHC സെന്ററിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ നേരെയാവാൻ പറ്റും. ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ പോയിട്ടുണ്ട്. 10-20 ദിവസം കിടന്നിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ ചെന്നവിടെ പറയുന്നത് ദേവി ഇത് ഇഞ്ചക്ഷൻ എടുക്കരുത് എന്നേ പറയത്തുള്ളൂ. പക്ഷേ നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ തോന്നും. ഈ 20 ദിവസം നമ്മൾ കഴിക്കാതിരിക്കും. പക്ഷേ ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ശരീരത്തിൽ കേടാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു അനുഭവമാണ് പറയുന്നത്. ഒരു 2-3 വർഷത്തിന് മുമ്പുള്ള 3 വർഷത്തിന് മുമ്പുള്ള ഒരു ക്രിസ്മസ് സമയത്ത് ഹോസ്പിറ്റലിലായിരുന്നു. ന്യൂ ഇയറിൻ്റെ സമയത്ത് ഞാൻ ഇറങ്ങി ഫ്രണ്ട്സ് എല്ലായിട്ട് കഴിച്ചുകൊണ്ടിരിക്കാം. ഒരു ഗ്ലാസ് ബിയർ മാത്രം കഴിച്ചായിരുന്നു. അപ്പോഴെന്നെ വൊമിറ്റ് ചെയ്തു. പക്ഷേ അവിടെ നിന്ന് ആഫ്റ്റർ കിടക്കുക. ഇത്രയും ദിവസം കഴിക്കാതിരുന്നിട്ട് കഴിച്ചപ്പോൾ ഉള്ളൊരിതാ. പക്ഷേ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതെന്ന് പറഞ്ഞാൽ ലഹരി എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ അഡിക്ഷന്. ഈ ഫോൺ വഴിയാണ് എല്ലാം നടക്കുന്നത്. നമുക്കിപ്പം ഒരു സർക്കിളാണത് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവമല്ല, ഒരു ഫാമിലി പരമായിട്ടുള്ള അനുഭവം പറഞ്ഞുതരാം. വേണേൽ ഒരു 10-12 പേര് ഇതിലൊരു കോൾ കണക്ട് ചെയ്തെന്ന് വെച്ചോ. ഒരാളിപ്പം നീയും ഞാനും ഇത് നീ അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, ഞാനും അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. ഞാനിപ്പോൾ നന്നാവാൻ വേണ്ടി പോവുക, തിരിച്ചിറങ്ങി വരിക. അടുത്ത ദിവസം നീ വിളിക്കുക. ഇത്രയും ദിവസം ഫോൺ കണക്ഷൻ ഇല്ല, നീ എന്നെ വിളിക്കുക. ഇതാ സാധനം ഇരിക്കുക, വരുമോ? അപ്പം എന്ത് പറയും? വരാമെന്നല്ലേ പറയും. ഇതാണ് മദ്യപാനമാണെങ്കിൽ നമുക്ക് പറയും ഇല്ലടാ ഞാൻ നിർത്തിക്കുക കുറച്ച് ദിവസം. മറ്റത് അങ്ങനെയല്ല, പോവും. ഇതൊരിക്കലും നിർത്താൻ പറ്റത്തില്ല. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന തോറും ഇനി വരുന്ന ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴേക്കും ഇത് ഇപ്പം കഞ്ചാവ് ഉപയോഗിക്കും, നാളെ MDMA ഉപയോഗിക്കും, പിന്നെ അല്ലാതെ സിറിഞ്ച്, ചപ്പ്, ചവറെന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട്. പണ്ടൊക്കെയാണ് മറ്റേ സ്റ്റാമ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ MDMA അങ്ങനെ ഈ കഞ്ചാവ് ആ ലീഫൊക്കെ ഇപ്പൊ നോർമലായി മാറി. അതിനപ്പുറത്തേക്ക് അപ്ഡേറ്റഡ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓയിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവര് കടന്നിട്ടുണ്ട്. കല്ല്, അത് ഇത് നമുക്ക് പേരറിയാത്ത സാധനങ്ങൾ വരെ ഇപ്പൊ ഇവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇവർക്ക് ഇത് എവിടുന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വലിയൊരു സർക്കിളാണ്. വേറെ ഒന്നും ഈ സിന്തറ്റിക് ഡ്രസ്സിന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തില മെഡിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞ സാധനം ഇവർ ഇതിലൊരു വലിയൊരു ഘടകമാണ്. അതറിയാവോ? ഇല്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പം ഉറങ്ങാനുള്ള മെഡിസിൻ എന്ന് വെച്ചാൽ അത്രയും ഡേഞ്ചറാണ്. ഈ മെന്റലി ഉള്ള ആൾക്കാർക്ക് ഉറങ്ങാനുള്ള ഗുളിക ഉൾപ്പെടെ, ഗുളികയും സിറിഞ്ചും. ഈ സാധനം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാൻ പാടില്ല. പല മെഡിക്കൽ സ്റ്റോറുകളിൽ നെയ്യാറ്റിങ്ങൽ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു. രാത്രി അടിയുണ്ട്, മെഡിക്കൽ സ്റ്റോറിൽ കയറി അടി ഉണ്ടാക്കിയത്. സംഭവം ഇത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അടി ഉണ്ടാക്കി. ആ മെഡിക്കൽ സ്റ്റോറിൽ ഇവർ മേടിച്ചോണ്ടിരുന്നേ. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് എന്തോ അവരുടെ തമ്മിലുള്ള എന്തോ വിഷയമാണ്, കൊടുക്കാത്ത കാരണം അവിടെ വിഷയം ഉണ്ടാക്കി. ഈ മെഡിക്കൽ സ്റ്റോറുകൾ കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിൽ കൊണ്ടുവന്നു നിർത്താൻ പറ്റും. ഈ MDMA എന്ന് പറഞ്ഞാൽ സർക്കാർ നോക്കേണ്ട കേസാണ്. ഏത് കേരള പോലീസും കേരള എക്സൈസും ബാക്കി കാര്യങ്ങൾ. ഈ മെഡിക്കൽ സ്റ്റോറിന് ആരും നോക്കും? ആരും നോക്കാറില്ല. ഇത് ആർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമോ? കേരളത്തിലെ മെഡിക്കൽ സ്റ്റോറുകൾ വഴിയാണ് ഇപ്പോൾ ലഹരി മാഫിയ മുന്നോട്ട്. ഉറപ്പായിട്ടും അത് തെളിവ് വേണമെങ്കിൽ കൊടുക്കാൻ നമുക്ക് പറ്റും. അത് നോക്കുകയാണെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചുമ്മാ കൂടി ഒരു പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട് ഈ മരുന്നിൻ്റെ പേര് എഴുതിയിട്ട് നീ കൊണ്ട് കൊടുത്തു നോക്കിയേ. ഒരു ഡോക്ടറെ നീ വേറെ ഒന്നും വേണ്ട, ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക, ഏത് A4 ഏതോ ഒരു ഡോക്ടറിൻ്റെ പേരും വെച്ചിട്ട് എടുത്തിട്ട് ഈ ലഹരിൻ്റെ പേര് എഴുതി കൊണ്ട് കൊടുത്തു നോക്കിയേ, അവർ തരും. അവർ നോക്കത്തില്ല. കറക്റ്റ് ഇതായിട്ടല്ല അവർ കൊടുക്കുന്നത്. ഇവരും എന്ത് ചെയ്യുന്നത്? ഇത് കൊണ്ടുവരും, കുറച്ച് സാധനം എടുത്ത് സിറിഞ്ച് കയറ്റും, അടിക്കും. ഗുളിയാണെങ്കിൽ നാക്കിൻ്റെ അടിയിലിടും, കിടക്കും. അതിനൊരു പേരുണ്ട്, സൺ അടിക്കാൻ വരുന്നു, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. എല്ലാത്തിനും ഓരോ കോഡ് ഭാഷകളുണ്ട്. ഇപ്പൊ എല്ലാവർക്കും വാട്സപ്പുകൾ ഉണ്ടായതുകൊണ്ട് ഇവരെല്ലാം വാട്സപ്പ് കോളിലായിരിക്കും. ജസ്റ്റ് അതിന്റെ ഒരു കോഡ് മാത്രം കൊടുത്താൽ മതി. സാധനം അപ്പോഴും അരമണിക്കൂറിനുള്ളിൽ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന ആരാ നിയന്ത്രിക്കാൻ പറ്റുന്നത്? ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഇതിങ്ങനെ വളർന്നു വരും, വലിയൊരു ബെൽറ്റായിട്ട് പോകും. അല്ല, ഇതിനകത്ത് വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എല്ലാ പോലീസുകാർക്കും രാഷ്ട്രീയക്കാർക്കും ഇതിനകത്ത് കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. ഇതിനകത്ത് അവർ കൃത്യമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായിട്ട് അവരെ കിട്ടേണ്ട കിട്ടിയിട്ടുണ്ട് ചെയ്യുന്നേ.
എത്രയോ കേസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കൂടിക്കൊണ്ട് സംസാരിക്കേണ്ടി വരും. പിന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് ഷെയിമായി പോകും. അല്ല, കഴിഞ്ഞ ദിവസം തന്നെ കൊച്ചിയിൽ നിന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അവിടെ ഇത് കൂട്ട് മസാജ് പാർലറിൽ വരുന്ന ദിനം പ്രതി വരുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരാണ്. അതെ, കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് 2 പോലീസുകാരെ അറസ്റ്റ് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്നതാണ്. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു യുവതി പരാതി നൽകിയത് പോലീസുകാർക്കെതിരെ കൂടിയാണ്. അവരെ അതിനും ഒരു ഇതുണ്ട്, ഇവരവിടെ കൊണ്ട് അഡിക്റ്റ് ആക്കുന്നേ, അതിലും ഈ ലഹരിയുണ്ട്. അല്ല, അവർ പറയുന്നൊരു കാര്യമുണ്ട്, അവരെ ടെലികോളറായിട്ടാണ് വിളിക്കുന്നത്. ടെലികോളറായിട്ട് വന്നതിന് ശേഷം അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തരാം, 2 ലക്ഷം രൂപ തരാം, വാഗ്ദാനങ്ങളാണ്. കൊടുക്കുന്നുണ്ടോ? പിന്നീട് ഇതിലേക്ക് ടിപ്പാണ് അതില് അവർക്ക് കിട്ടിയ. നമ്മൾ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് കിട്ടുന്ന വെച്ചാൽ കസ്റ്റമർ കയറി കഴിഞ്ഞാൽ അവർക്കുള്ള ടിപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ മാസം ചെറിയൊരു ശമ്പളം 10,000 12,000 രൂപ. ഈ ലക്ഷങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല. പിന്നെ ഗതികേട് കൊണ്ട് നിൽക്കുന്നേ അതിൽ. പിന്നെ ഇപ്പം കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള പുറത്തുള്ള ആൾക്കാരെ കൊണ്ടുവന്നപ്പോഴേക്കും കേരളത്തിലുള്ളവരത്രയും കുറഞ്ഞു തുടങ്ങി. പക്ഷേ എന്തുവാ, ഇവിടെ ഉള്ളവരെല്ലാം പുറത്തോട്ട് കൊണ്ടുപോയി. ഇവിടെ ഉള്ളവരെ ഇവർ നേരെ റിക്രൂട്ട് ചെയ്ത് പുറത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇത് വലിയൊരു മാഫിയാണ്. ഇത് ഒരിക്കലും കേരളത്തിലെന്ന് പറഞ്ഞാൽ ഇത് നിർത്താൻ പറ്റാത്ത ഒരു സാധനം. ഇതൊരു ചെയിന. ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ ന്യൂസ് എടുത്ത് നോക്കിയാൽ മതിയല്ലോ. ചില ഇടത്ത് നിന്ന് 10 കിലോ കഞ്ചാവ് എടുക്കും, മറ്റിടത്ത് 5 ഗ്രാം MDMA എടുക്കും. നാളെ രാവിലെ ഇതിന് അടുത്ത വരുന്നേ. ഇത് ഒരിക്കലും നിർത്തത്തില്ല. ഇതിങ്ങനെ ചെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് കാരണം എന്താ പറഞ്ഞത്, പഴയ തലമുറയ്ക്ക് ഇനി ജീവിക്കാൻ പറ്റത്തില്ല. അത്രയേ ഉള്ളൂ. പഴയ തലമുറ നോക്കുമ്പോഴേക്കും നമ്മളെക്കാളും വലിയ ആൾക്കാർ. നമ്മുടെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അടിയാ. വേറെ ഒന്നും നോക്കണ്ട. ഇപ്പോൾ കൊല്ലത്ത് വേടത്തിൻ്റെ പരിപാടി നടത്തിയല്ലോ. അന്ന് ഈ സൗണ്ട് എഞ്ചിനീയർമാർക്കായാലും ടെക്നീഷ്യന്മാർക്കായാലും എത്ര രൂപയുടെ നഷ്ടമാണ്. അവിടെ വന്നവരെല്ലാവരും പച്ചയായിരുന്നോ? അല്ല, എല്ലാവരും കാണിച്ചു കൂട്ടി എന്തോ ചെളി വാരി വന്നിട്ടില്ലേ? ഇവന്റെയൊക്കെ വീടിനകത്തുള്ള സാധനത്തിനാണ് ഇവന്മാർ ചെളി വാരി എറിയോ? ഒരിക്കലും ഇല്ല. അത്ര അത് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും. ചെളി വാരിയിട്ട് ഒരു ടെക്നീഷ്യൻ കൊണ്ട് വെച്ചിരിക്കുന്ന ആ സാധനത്തിന് 1.5 ലക്ഷം രൂപ വിലയുള്ള ഒരു ബോക്സിലായിരിക്കും ഇവന്മാർ വാരി എറിയുന്നത്. ഇവന്റെ വീട്ടിലുള്ള ഇവന്റെ കൊച്ചിനെ ഇവന്റെ അമ്മയുടെ ഫ്രണ്ടിലാണ് ഇവന്മാർ ചെളി വാരി എറിയോ? ഒരിക്കലും ചെയ്യില്ല. അപ്പോഴവരെ മൈൻഡ് ഔട്ടാ. ഇപ്പൊ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അവനറിയാം ഇത് എൻ്റെ അമ്മയാണ്, എൻ്റെ പെങ്ങളാണ്, എൻ്റെ സാധനമാണെന്ന്. അവന്മാരത് ചെയ്യത്തില്ല. പക്ഷേ വേറെ ലഹരി ഉപയോഗിക്കുന്നവർക്ക് അത് അറിയത്തില്ല. അവരെ ഫുള്ളും കണ്ണെപ്പോഴും മഞ്ഞപ്പിത്തം ബാധിച്ചവൻ്റെ കണ്ണെപ്പോഴും മഞ്ഞയായിട്ടിരിക്കുന്ന പോലെ മഞ്ഞയായിട്ട് ഇരിക്കത്തുള്ളൂ. എന്താണെങ്കിലും കേരളത്തിലെ യുവാക്കളുടെ ഇടയിൽ ഈ ലഹരി വിരുദ്ധത എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ അത് കേരള പോലീസും കേരള എക്സൈസും അവർക്ക് കൃത്യമായിട്ട് ഇപ്പം എന്തായാലും ടെക്നോളജി വളർന്നിട്ടുണ്ട്. മാനവികത്തായാലും നൈറ്റ് സമയത്ത് മറ്റേ ഫോട്ടോ സ്റ്റേഷനും മ്യൂസിയം സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടായാലും ഇവിടെ ആയാലും മറ്റേ ഒരു മെഷീനുണ്ട്. മെഷീൻ എടുത്തിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. എങ്കിലും അത് നിർത്തിയിട്ടില്ല. അവരൊക്കെ ഒരു സമയമുണ്ട്. ഈ പോലീസ് വരുന്നെങ്കിലും അവർക്കൊരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡ് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ 1 മണിക്ക് നിന്ന് കഴിഞ്ഞാൽ അവരില്ല അവിടെ. നൈറ്റ് ഫുള്ള് നിൽക്കുക എല്ലായിടത്തും. അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുക.